നമ്മൾക്ക് ഈവനിങ് വാക്കിന് എൻ്റെ ഒരു ഫ്രണ്ടും വരും എന്നെക്കാളും ഒരു മാസം ചെറുതാ. അപ്പം നമ്മൾക്ക് പോയാലോ? ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹനി പറഞ്ഞ പോലെ ഞങ്ങളൊരു ഈവനിങ് വാക്കിന് പോവുകയാണേ. അപ്പോൾ നമുക്ക് അമ്പാലയിലത്തെ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ കാണാമെന്ന്. തണുപ്പൊക്കെ ഏതാണ്ട് കുറഞ്ഞു. ഇപ്പോൾ ഹോളി ആകുമ്പോഴത്തേക്കും, അതായത് മാർച്ച് 14 ആകുമ്പോഴത്തേക്കും നല്ല ചൂട് നോർമൽ സമ്മർ സീസൺ വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണേ. അപ്പം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലെത്തി. അവരുടെ വീട്ടിൽ കുറച്ച് നല്ലോണം ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ നമ്മൾ നേരത്തെ ഇവരുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ദീദിൻ്റെ വീടാണിത്. അപ്പോൾ അവരുടെ ഇതേപോലെ വെജിറ്റബിൾസ് കൂടാണ്ട് വീടിന് മുമ്പിലും ടെറസിലും ബാൽക്കണിയിലൊക്കെ ആയിട്ട് നിറയെ ചെടികളൊക്കെ വെച്ചവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളതേ അവരെയും കൂട്ടിയിട്ട് നടക്കാൻ പോവാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ഓൾമോസ്റ്റ് വീടുകൾക്കൊക്കെ ഏതാണ്ട് സെയിം സ്ട്രക്ചറാണ്. കുറച്ച് അവിടെ എവിടെയും വ്യത്യാസം ഉണ്ടാവും. ഫ്ലോറിംഗ് ഒക്കെ ചിലത് മാർബിളാണ്, ചിലത് ടൈലാണ്. കൺസ്ട്രക്ഷനൊക്കെ മോറോർലെസ് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഇരിക്കണേ. ഈ പശുക്കളിതിങ്ങനെ ഇവിടെ എപ്പോഴും തുറന്നിട്ട് ഇങ്ങനെ വിട്ടേക്കാണ്, അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കടുകുപാടത്തിൻ്റെ വീഡിയോ നേരത്തെ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നല്ല മഞ്ഞ കളറിൽ പൂ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അതൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാടമാണ്. അതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ സൂര്യകാന്തി നട്ടിരിക്കുകയാണേ. ഇതേ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോതമ്പ് ചെടിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനകത്ത് ഗോതമ്പ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? നമ്മൾ നെല്ല് മാതിരി തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി തടിയുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ പച്ച കളറിൽ ഗോതമ്പ് പിടിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വിളഞ്ഞ് പാകമായി വരും. ഇതൊക്കെ കടുകാണേ. കണ്ടോ? ഈ ബീൻസിൻ്റെ അകത്താണ് കടുക്. ഇനി ഇത് പാകമാകുമ്പോൾ ഇവർ വെട്ടിയിട്ട് ഉണക്കാനിടും. എന്നിട്ട് അതിനകത്തു നിന്നാണ് കടുക് എടുക്കണേ. ഇതൊക്കെ നമ്മൾ അന്ന് നേരത്തെ വീഡിയോയിൽ കണ്ട ഉരുളക്കിഴങ്ങ് പാടമാണ്. അവിടെയൊക്കെ ഇതിപ്പോൾ അവർ ഉരുളക്കിഴങ്ങിന് ചെയ്ത മാതിരിയല്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ബണ്ട് മാതിരി തിരിച്ചിട്ട് അതിലാണ് ഇപ്പോൾ സൂര്യകാന്തി നട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സൂര്യകാന്തി വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും സൂര്യകാന്തിയുടെ ഹാർവെസ്റ്റിംഗ് വരും. അപ്പോൾ നമുക്ക് കാണാമേ എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ നോർമലി എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെയുള്ള വഴി കൂടെയാണ് നടക്കുന്നത്. പിന്നെ ഇതിപ്പം കുറച്ചും കൂടി പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞതുകൊണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ഫാമിൽ പോയിട്ട് തക്കാളിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പറിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചത്. ആ ഫാമിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് മല്ലിയിലയും ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിക്കണം പറഞ്ഞിട്ട്. അതേ അന്നേരം നമ്മൾ കണ്ട ഉള്ളി നട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ അത് ഇപ്പോൾ ഉള്ളിയൊക്കെ വലുതായി, പറിക്കാറായിട്ടില്ല, പക്ഷേ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. അതേ വെളുത്തുള്ളിയും ഒക്കെ ഈ ഭാഗത്ത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ കുറച്ച് വിളവെടുപ്പിനുള്ള പാകമായി ഏതാണ്ട്. അത് കുറച്ചും കൂടി അതിൻ്റെ എന്താ ഓലയോ ചെടിയുടെ ഓല ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാം. ഇതിപ്പോൾ ഇവർ ഇവിടെ നിന്ന് മല്ലിയില പറിക്കുകയാണേ. മല്ലിയിലയുടെയൊക്കെ അവർ ആ നട്ടത് ഏതാണ്ട് സീസൺ തീരാറായി. അപ്പോൾ ഇവർ ചുമ്മാ പറിക്കുകയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തെ. പിന്നെ കുറച്ച് തക്കാളിയും കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു, അത് വാങ്ങിക്കാനും കൂടി ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോമിനൻ്റായ സീസണൊക്കെ കഴിഞ്ഞ ഹനിയും ആൻറ്റിമാരെ കൂടെ മല്ലിയില പഠിക്കാൻ കൂടി ഉണ്ട്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങളും 1 കിലോ തക്കാളി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹനി ഇതേ അവിടെ നിന്ന് പറിച്ചെടുത്ത് കുറച്ച് മല്ലിയിലൊക്കെ ആ കവറിലിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണേ. എന്ത് കഴിയുന്നു അറിയില്ല, പിടിച്ച് ഓടിപ്പോന്ന ഗായ് മാതാ. ഇവർക്ക് ഉരുളക്കിഴങ്ങ് കൃഷിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും 1 കിലോ ഉരുളക്കിഴങ്ങ് കൂടി വാങ്ങിച്ചു. ഹനിയുടെ ഇടയിൽ കൂടി പശുവിന് പുല്ല് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതിനകത്തൊന്ന് ഒരെണ്ണം എടുത്ത് കൊടുക്കുക ഹനി, ഇവിടുന്ന്. ഇവിടെ നോക്കാം, മറ്റേ എന്നെ നോക്കണേ, കൊടുത്തോണ്ട് നോക്ക്. എനിക്ക് വന്നിട്ട് വേറെ എടുത്ത് കൊടുക്ക്. കിട്ടിയിട്ട് ഒരു സെക്കൻഡ്, എന്നിട്ട് ഇവിടെ നോക്കണേ ഹനി.
അങ്ങനെ ഞങ്ങളത് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോവാണ്. തൊട്ടടുത്തൊരു ഫാമുണ്ട്, അപ്പോൾ അവരവിടെ നിന്ന് പാല് വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പാലും പച്ചക്കറിയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ആയിട്ട് തിരിച്ച് നടക്കുകയാണേ. അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ വേറെ ഒരു നല്ല കാഴ്ച കണ്ട് കാണിച്ചു തരാമേ. ഇതേത് കണ്ടോ നിങ്ങൾ, കുറേ ചെമ്മരിയാട് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നുണ്ട്. അപ്പോൾ അവർ മേനൊക്കെ വിട്ടിട്ട് അതിൻ്റെ ഇടയൻ അതിനെ തിരിച്ച് വീട്ടിലേക്ക് തെളിച്ചുകൊണ്ട് പോവുകയാണേ. കുറേ ചെമ്മരിയാടുകളുണ്ടായിരുന്നു. ഇത് അവിടെ അടുത്ത് ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഡെക്കറേഷൻസാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചത് ഈ പിന്നെ വഴിയിൽ പശുവിനൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു പോവാണ്. ഇത് അവിടെ വഴിയിലുള്ള ഒരു ഫാമാണ്. അപ്പോൾ ആ ഫാമിൻ്റെ സൈഡിൽ ഇത് നിറയെ ചാണകമൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇവർ വിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവരുടെ തന്നെ പാടത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെയാണ് ഫാമിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം ചാക്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.